നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഖുർആൻ പരാമർശിക്കാത്ത ഒരു വിഷയവുമില്ല. ലോകത്തിന് വഴികാട്ടിയായി റബ്ബ് അവതരിപ്പിച്ച രൂപരേഖയാണ് ഖുർആൻ. ഇന്നലെയുടെ വെളിച്ചവും ഇന്നിന്റെ തെളിച്ചവും നാളെയുടെ പ്രത്യാശയുമാണ് പരിശുദ്ധ ഖുർആൻ. അധവന്മാരായ ഒരു പ്രാകൃത സമൂഹത്തെ ലോകത്ത് നക്ഷത്ര തുല്യരാക്കി മാറ്റിയ അത്ഭുത ഗ്രന്ഥം, നീതിയും നന്മയും നടപ്പാക്കിയ വിശുദ്ധ ഗ്രന്ഥം, തിന്മയുടെ അടിവേര് അറുത്ത് നന്മകളുടെ വിത്ത് ലോകത്ത് പാകിയ മഹനീയ കിതാബ്, അതാണ് പരിശുദ്ധ ഖുർആൻ. ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. ഈ ഗ്രന്ഥത്തിൽ സംശയത്തിന്റെ ലാഞ്ചന പോലുമില്ല. ഇസ്ലാമിക വിരോധികളും മറ്റ് സമുദായങ്ങളിലെ നേതാക്കന്മാർ വരെ ഖുർആനിനെ സംബന്ധിച്ച് വാചാലരായിട്ടുണ്ട്, ഖുർആനിനെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. പോപ്പ് പരിശുദ്ധ ഖുർആനിനെ പറ്റി മനസ്സ് തുറക്കുന്നു. ഖുർആൻ മുസ്ലിം വിഭാഗത്തിന് മാത്രമുള്ളതല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ലോക ജനതക്ക് ആകമാനം ലഭിച്ച അമൂല്യമായ ജീവിത ദർശനമാണത്. അതെ, പരിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നത് മാനവരാശിയെയാണ്. മാനവരാശിയെ അത് സ്ഫുടം ചെയ്തെടുക്കുന്നു, നേരായ പാതയിലേക്ക് നയിക്കുന്നു. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വയഹ്ദീഹിം ഇലാ സിറാത്തി മുസ്തഖീം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഖുർആൻ അന്ധകാര നിബിഡമായ ജീവിതം നയിക്കുന്നവരെ നയിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഷരീഫ് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു